എല്ലാ മലയാളികൾക്കും സ്വാഗതം എൻ്റെ കിച്ചണിലേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറും സിമ്പിളായിട്ടൊരു ഫിഷാണ്. ഫിഷ് ലെമൺ ബട്ടർ ഗാർലിക് ഗ്രിൽഡ് ഫിഷ് ഇറ്റ്സ് പാൻ സീറോ. ഇതിനകത്ത് നിന്ന് പാൻ സീറോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒലിവ് എടുത്ത് അതിലോട്ടൊന്ന് ഒഴിക്കുക. കണ്ടല്ലോ. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറൊന്നും ചെയ്യേണ്ട, ഇതൊന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇതിനകത്ത് ഒന്ന് കഴുകി. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മസാലയൊക്കെ പുരട്ടി വെച്ച് അവിടെ ഫിഷൊന്നും കിട്ടാനില്ല. കുറച്ചും കൂടെ ഒന്ന് തോയാവാനുണ്ട്. എന്നാലും ഓക്കെയാണ്. ഞാനത് കുറച്ച് പരിപാടി ഉണ്ടെത്തി അവിടെ വെള്ളം കുറച്ച് കൊണ്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങളൊരു മാരിനേഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. മസ്റ്റർഡും ലെമണും സോൾട്ടും ഗാർലിക്കും കുറച്ച് പാഴ്സലി സോപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. പക്ഷേ എനിക്ക് ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഫിഷിനെ എടുത്തിട്ട് ഒന്ന് പാൻ സീറായിട്ട് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ഒരുവിധം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അതിനെ ഇങ്ങോട്ട് വെച്ചെടുക്കാം. ഇതിങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡ് ഫസ്റ്റ് കൊടുക്കണം. അതും കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യണം. അത് അവിടെ ഇരുന്ന് ഒന്ന് കുക്കാവണം. അത് എല്ലാ സൈഡും ജസ്റ്റ് ടോപ്പും ബോട്ടും ഒന്ന് ഗ്രില്ല് കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി കുറച്ച് സോപ്പ് ഉണ്ടാക്കണം. സോപ്പ് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണമെങ്കിൽ ഗാർലിക്ക്, പാഴ്സലും ലെമൺ, ഒലിവ് ഓയിൽ, കുറച്ച് ബട്ടർ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒലിവായിട്ടുള്ള സാധനങ്ങളാണ്. ഞാനിവിടെ സൈഡായിട്ടാണ് ഓൾറെഡി പ്രിപ്പയർഡാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് സ്പിനാച്ചും അനീസും സോൾട്ടൊക്കെ ഉണ്ടായിട്ട് കുറച്ച് ഗാർലിക്ക് ബട്ടറിനകത്ത് സോപ്പ് ചെയ്ത് സ്പിനാച്ചുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അതിന് മറ്റേ സൈഡിലോട്ട് തിരിച്ചുകഴിഞ്ഞാൽ ആ ഒരു പ്രോസസ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്നായിരിക്കും നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട്. നോക്കാം. ഇത് ജസ്റ്റ് ഡണ്ണാണ്. ഫിഷ് റെഡി. നമ്മളിതിനകത്ത് ഒരു സോസ് ഉണ്ടാക്കിയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ പാനിൽ തന്നെ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതായിട്ട് നമ്മൾ ഗാർലിക്ക് ഇട്ട് കൊടുക്കണം. ഗാർലിക്ക് കരിയരുത്. അതിന് നമുക്കൊന്ന് അതിലേക്ക് കരിയരുത് അല്ല. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു. കാരണം അതിൻ്റെ ട്രൈപ്പോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് സൈഡ് വെച്ച് നമ്മൾ കുക്കിങ്. അതുകൊണ്ട് വെള്ളം ഒഴിക്കാനായിട്ട് ഞാൻ പാൻ ഉണ്ടായത് ഇങ്ങോട്ട് കൊണ്ടുപോയി. അതെല്ലാം കട്ടായത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാഴ്സലി ഇടുകയാണ്. കുറച്ച് ചില്ലി, സോസിന് വേണ്ടിയിട്ടാണ്. മസ്റ്റർഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് മസ്റ്റർഡ് കൊണ്ട് ഒഴിച്ചെടുക്കും. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട്, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിക്കുക. കുറച്ച് ഇത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു ഹോൾ ചാങ്ക് ഓഫ് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിന് ഒരു സോസാണ്. മസ്റ്റർഡ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പറയുന്നില്ല, എൻ്റെ കയ്യിൽ മസ്റ്റർഡ് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിടാഞ്ഞത്. കുറച്ച് മസ്റ്റർഡും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു തിക്നെസ് കിട്ടും. നമുക്കിത് മതി. ഇതിനകത്ത് നമ്മളെന്താ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിനെ കൂടെ ഇറക്കി വയ്ക്കും.
നമ്മുടെ ഫിഷ് പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് ഈ സൈഡ് അങ്ങോട്ട് എത്തിത്തന്നെ വയ്ക്കും. നമ്മൾ ഫിഷ് ഓൾറെഡി കുക്കാണ്, ചില സെൻറ്റർ മാത്രമേ കുറച്ച് കുക്കാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെമൺ ഫുള്ളായിട്ട് നമ്മൾ പിഴിഞ്ഞ് ഇനിയൊരു 2 സ്ലൈസ് ഒരു 2 ഒഴിച്ചിട്ട് ഹോൾ ലെമണിൻ്റെ ഇവിടുത്തെ ലെമണിൻ്റെ സൈസ് ഇച്ചിരി വലുതല്ലേ. എന്നാലും നമ്മുടെ നാട്ടിൽ അത്രയും പുളിയില്ല, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചേർത്തിട്ട് അത് ഫ്ലെയിമിലോട്ട് വയ്ക്കുക. കുറച്ച് ഫ്ലെയിമിലോട്ട് വയ്ക്കുക. നമ്മൾ നേരത്തെ കുറച്ച് ജസ്റ്റ് ഗ്രില്ല് ഇതുപോലെ ക്യാൻസർ ചെയ്തതിന് ശേഷം റസ്റ്റ് വെച്ചതുകൊണ്ട് തന്നെ ഓൾറെഡി കുറച്ച് കുക്കായിട്ടുണ്ട്. അപ്പം വളരെ കുക്കാണ്. ഇനി അധികം കുക്ക് ചെയ്യുന്നത് എനിക്ക് ഫിഷ് അധികം കുക്ക് ചെയ്യുന്നില്ല. ഇത് അധികം ഫ്രഷല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്ലാക്ക് പെപ്പർ ആദ്യം കൊണ്ടുതന്നെയാണ് അത് നമ്മൾ ഗ്രേവിയുടെ ആവശ്യത്തിന് അങ്ങോട്ട് എടുക്കും, പൊടിക്കും. ഇതന്നെ പരിപാടി. അപ്പം അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ച് നമ്മൾ ഇട്ടിട്ട് നമുക്ക് പരിപാടി ചില്ലിയും ഗാർലിക്കും ബട്ടറും വെള്ളം നിങ്ങൾക്ക് കുക്ക് ചെയ്തത് ഓരോ എന്ന് തോന്നുന്നു. ഇത് ഓൾറെഡി ആദ്യം വീട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുക്കാണ്. എന്നാൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. എന്നിട്ടൊന്നും കുക്ക് ചെയ്യുന്ന ആവശ്യമില്ലാതെ നമ്മുടെ ഫിഷ് ഓൾറെഡി നല്ല കുക്കായിട്ടുണ്ട്. നമ്മുടെ സോസും ഫിഷും റെഡി. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഫിഷൊക്കെ കിട്ടുന്നത് ജസ്റ്റ് നമുക്ക് ഇത്രയും സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. എൻ്റെ ക്യാം അത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഫിഷിനെ എടുക്കുക, നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കുക, അതാണ് പരിപാടി. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടുമോ? പറ്റാം. അങ്ങനെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സ്പിനാച്ചിനെ ഇങ്ങോട്ട് എടുത്തു. സ്പിനാച്ച് വീഡിയോയിൽ എടുത്തിട്ടില്ല. സ്പിനാച്ച് ഇതൊരു ബേബി സ്പിനാച്ചാണ്. ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയ സ്പിനാച്ചാണ്. അത് ജസ്റ്റ് എന്താ പറയുക, സോൾട്ടും പെപ്പറും ഇച്ചിരി ബട്ടറും ഒലിവ് ഓയിലും ഗാർലിക്കും സെയിം അതും ഇട്ട് ചില്ലിയും കുറച്ച് പാഴ്സലി ചോപ്പും എല്ലാം ഉണ്ടാക്കി ഇത്രയും ചേർത്തതിന് ശേഷം ഉണ്ടാക്കിയ സാധനമാണ്. അടുത്ത നമ്മുടെ ഐറ്റം ഫിഷ്. ഇപ്പം ഫിഷ് അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഫിഷിന് ഗാർണിഷ് കുറച്ച് അനിയനും കുറച്ച് പാഴ്സലും.